നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ഇന്ന് വന്നിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഇനി ഫോട്ടോഷൂട്ട് വേണ്ട, നടപ്പന്തലിൽ വന്നിട്ടുള്ള ഒരു അഭ്യാസവും വേണ്ട, ആരും വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയും അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും അങ്ങോട്ട് വരണ്ട. എന്തായാലും ഇത്തരത്തിലൊരു വിധി വരുമ്പോൾ ആ വിധിയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ നടപ്പന്തലിൽ വന്ന് ആർക്കും എന്ത് തോന്നിയാസവും കാട്ടിക്കൂട്ടാം, വിശ്വാസികളെ ചൂഷണം ചെയ്യാം, പറ്റിക്കാം. ഇത്തരമൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന വിഷയം തുറന്നു പറഞ്ഞത് അത് കേരള പ്രാദേശികം തന്നെയാണ്. 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ചില സൂചനകൾ ഞങ്ങൾ പൊതുസമൂഹത്തിന് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെയും ബോധ്യപ്പെടുത്തിയിരുന്നു. കൊടും തട്ടിപ്പുകാർ പോലും ഇവിടെ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഇവിടെ കൃഷ്ണനെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നു. അവിടെ പലരെയും വലയിൽ വീഴ്ത്തുന്നു, പലരും വിശ്വസിക്കുന്നു. അതിന്റെ പുറകിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്ന കാര്യം തുറന്നു പറഞ്ഞതാണ്. എന്നാൽ ആ സമയത്തൊക്കെ സംഘപരിവാരങ്ങൾ മത്സരിച്ച് തെറിവിളിക്കുകയായിരുന്നു. ഒരു മുസ്ലിം യുവതിയാണ് ഇത്തരത്തിലൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ മുസ്ലിം യുവതി കണ്ണനെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്ന രീതിയിലായിരുന്നു എനിക്കെതിരെ ആക്ഷേപമുണ്ടായത്. അവസാനം സംഘപരിവാരങ്ങൾക്ക് തന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. ഇവിടെ ഹൈക്കോടതിയെ സമീപിച്ചു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ ഇവിടെ അടുപ്പിക്കരുത്, ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ പിടിക്കുന്നതിനുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഹൈക്കോടതി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞു. എന്തായാലും സംഘപരിവാരങ്ങൾ ഇവിടെ ഈ ജഡ്ജ്മെന്റ് വന്ന ഉടനെ തന്നെ ഈ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി തട്ടിപ്പ് നടത്തിയിരുന്ന ആളുടെ ഫേസ്ബുക്ക് പേജിൽ കയറി 4 തെറി വിളിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി പോയതാണ്. സംഘപരിവാരങ്ങൾ തളർന്നുപോയി എന്നുള്ളതാണ്. ഇവിടെ നിരന്തരം വിശ്വാസികളെ ചൂഷണം ചെയ്തിരുന്ന ഗുരുവായൂർ അമ്പലനടയിലും നടപ്പന്തലിലും ഒക്കെ വന്ന് ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ കേക്ക് മുറിക്കുകയും അത് വാർത്തയാക്കുകയും വിശ്വാസികളെ ചൂഷണം ചെയ്യുകയും കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് വലിയ തുകകൾ പറ്റിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തിയുടെ ഫേസ്ബുക്കിൽ നരേന്ദ്രമോദിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയും ഈ പറയുന്ന ഈ തട്ടിപ്പ് നടത്തിയിരുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ പിടിച്ചിരുന്ന ഫോട്ടോ എടുത്തിരുന്ന ആളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇത് കണ്ടതോടുകൂടി സംഘപരിവാരങ്ങൾ തളർന്നു. സാക്ഷാൽ സുരേഷ് ഗോപി ഇവിടെ TN പ്രതാപൻ ഇവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് TN പ്രതാപനെതിരെ നിരവധി ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി തന്നെ അദ്ദേഹത്തിനെ ശക്തമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. അദ്ദേഹം പല കളികളും കളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നില്ല. നടന്നത് മറ്റു ചില നീക്കങ്ങളാണ്. എന്നാലും തൃശ്ശൂരിൽ വിരിഞ്ഞത് താമരപ്പൂവല്ല ചെമ്പരത്തി പൂവാണ് എന്നൊരു കാര്യം TN പ്രതാപൻ പറഞ്ഞിരുന്നു. ഈ ചെമ്പരത്തി പൂവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോലും ഈ പറയുന്ന തട്ടിപ്പുകാരിയെ കൊണ്ട് ചെന്നെത്തിച്ചത്. ഗുരുവായൂർ അമ്പലത്തിൽ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ വിവാഹത്തിനെത്തിയ തട്ടിപ്പുകാരിയെ പ്രധാനമന്ത്രിക്കൊപ്പം നിർത്തി ഫോട്ടോ എടുക്കുന്നു. ഈ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നു. ഇപ്പോഴിതാ കൃഷ്ണന്റെ ചിത്രം കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ്. ഇപ്പോഴിതാ പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടും തട്ടിപ്പും ഒക്കെ വ്യാപകമായി ഇവിടെ നടക്കുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ വന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി ഇതിനെ നിയന്ത്രിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ഫോട്ടോഷൂട്ടൊന്നും ഇനി ഈ അമ്പലനടയിൽ വേണ്ട, അത്തരത്തിലുള്ള വേല കയ്യിലിരിക്കട്ടെ, അതൊക്കെ പോയി മറ്റു വല്ല സ്ഥലങ്ങളിലും എടുക്ക്. അമ്പലം എന്ന് പറഞ്ഞാൽ അത് പവിത്രമായ ഒരു സ്ഥലമാണ്. അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ആളുകൾ എത്തുന്നത്, ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ എത്തുന്നത്. വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒന്നും പ്രശ്നം വരാൻ പാടില്ല. തട്ടിപ്പുകാർ അവരുടെ വഴിക്ക് മറ്റു വഴികളിലൂടെ സഞ്ചരിച്ചോണം, ഈ പ്രദേശത്തേക്ക് അടുക്കരുത് എന്ന രീതിയിൽ ഹൈക്കോടതി കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ തട്ടിപ്പ് തുറന്നു പറഞ്ഞത് ഞാനാണ് എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആദ്യമേ പൊതുജനങ്ങളോട് പറഞ്ഞത്, സമൂഹ മാധ്യമങ്ങളിൽ അതുവരെ നിറഞ്ഞു നിന്നിരുന്നത് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയെ പരമാവധി പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകളായിരുന്നു. അതിന് അത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം വന്നിരുന്ന സാഹചര്യത്തിൽ നടക്കുന്നത് തട്ടിപ്പാണ് എന്ന് തുറന്ന് പറഞ്ഞിരുന്നു. അന്ന് ഒരുപാട് സംഘപരിവാരങ്ങൾ തെറിവിളിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി കാര്യം മനസ്സിലാക്കിയ ഒരു ജഡ്ജ്മെന്റ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി പൊതുസമൂഹത്തോട് ഒരിക്കൽ കൂടെ ആ വിഷയം ഒന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ കാര്യം ഇവിടെ എടുത്തു പറഞ്ഞത്. എന്തായാലും ജനങ്ങൾ ശ്രദ്ധിക്കും, വിശ്വാസികൾ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഇല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണെന്ന് നിങ്ങൾ
മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ.